വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന രണ്ടുപേരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വില്ലിനെയും ഉഡിനെയും കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ വേറെ വീഡിയോസിൽ എന്താണ് ഓക്സിലറി വെർബ്, മോഡൽ ഓക്സിലറി എന്താണ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് ആ വീഡിയോസും കൂടി കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ നോക്കുക കേട്ടോ, എന്നാലേ ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വില്ലും ഉഡും എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ ഓക്സിലറിയിൽ വരുന്ന രണ്ടുപേരാണ്. നമുക്കറിയാം ഓക്സിലറി വെർബ് എന്താണെന്ന് അറിയാം അല്ലെ. സഹായക ക്രിയ ഓർ ഹെൽപ്പിംഗ് വെർബിനെയാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഈ ഓക്സിലറി വെർബ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും. പ്രൈമറി ഓക്സിലറീസിൽ വരുന്നതാണ് ബി ഫോം, ഡു ഫോം, ഹാവ് ഫോം. അതായത് ബീന്റെ ഫോംസ് ആണ് ഈസ്, ആം, ആർ, വാസ്, വേർ. ഡൂന്റെ ഫോംസ് ഡു, ഡസ്, ഡിഡ്. ഹാവിന്റെ ഫോംസ് ഹാസ്, ഹാവ്, ഹാഡ്. മോഡൽ ഓക്സിലറീസ് വരുന്ന ആൾക്കാരാണ് വില്ല്, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, സെമി മോഡൽസ്, യൂസ് ടു, ഔട്ട് ടു, ഹാവ് ടു, ഡെയർ ടു. ഇതെല്ലാമാണ് മോഡൽ ഓക്സിലറീസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈമറി ഓക്സിലറിയെ നമുക്ക് മെയിൻ വെർബായിട്ടും ഹെൽപ്പിംഗ് വെർബായിട്ടും യൂസ് ചെയ്യാം. പക്ഷെ മോഡൽ ഓക്സിലറിയെ നമുക്ക് ഹെൽപ്പിംഗ് വെർബായിട്ട് മാത്രമേ, അതായത് സഹായക ക്രിയകളും ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. അത് മാത്രമല്ല ക്യാനിനെയും കുഡിനെയും കുറിച്ച്, മെയ്, മൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലിനെയും വുഡിനെയും കുറിച്ചാണ്. സോ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ വില്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, വില്ല് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ടെൻസിലല്ലേ വില്ല് യൂസ് ചെയ്യുന്നത്. അപ്പൊ വില്ലിന്റെ ആദ്യത്തെ യൂസ് നിങ്ങൾ മനസ്സിലാക്കണേ. ആദ്യത്തെ യൂസ് ആണ് ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് കാണിക്കാൻ വില്ലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ നാളെ പോകും, അല്ലെങ്കിൽ നാളെ അവൻ എന്നെ കാണാൻ വരും അല്ലെ. ഇതെല്ലാം ഫ്യൂച്ചറിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. അപ്പൊ ഒരു ഫ്യൂച്ചറിനെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി ഏതാണ്? വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഈ വില്ലിന്റെ പാസ്റ്റ് ആണ് ആര്? വുഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. അപ്പൊ വില്ലിന്റെ ഫസ്റ്റ് യൂസ് മനസ്സിലായോ? ഭാവി ഓർ ഫ്യൂച്ചറിനെ കാണിക്കാനാണ് വില്ല് യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. He will come to visit me today. അല്ലേ? He will come to visit me today. ഇവിടെ പറയുന്ന എന്താണ്? അവൻ ഇന്ന് എന്നെ സന്ദർശിക്കാൻ വരും. വന്നിട്ടില്ല, ഓൾറെഡി വന്ന് കഴിഞ്ഞില്ല. ഇവിടെ പറയുന്ന എന്താണ്? ഇന്ന് അവൻ എന്നെ വിസിറ്റ് ചെയ്യാൻ വരും എന്നല്ലേ പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാര്യമല്ലേ, ഫ്യൂച്ചർ അല്ലേ. ഇവിടെ നമ്മൾ സബ്ജക്റ്റിന് ശേഷം ഒരു കാര്യം അറിയാലോ, നമ്മൾ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ്സ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റിനെ തുടർന്ന് ഓക്സിലറി വെർബ്, അതിനെ തുടർന്ന് V1 വെർബാണ് യൂസ് ചെയ്യുന്നത്. അതാണ് സ്ട്രക്ചറെ. അത് നോട്ട് ചെയ്ത് വെച്ചോണം. സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V1 വെർബ്. ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഹി വിൽ കം ടു വിസിറ്റ് മീ ടുഡേ. അപ്പൊ ഒരു ഭാവിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് സബ്ജക്റ്റിന് ശേഷം ഇവിടെ യൂസ് ചെയ്ത മോഡൽ ഓക്സിലറി ആരാണ്? വില്ലാണ് യൂസ് ചെയ്തത്. അടുത്തത് I will go to school tomorrow. I will go to school tomorrow. ഞാൻ നാളെ സ്കൂളിൽ പോകും. നാളെ പോകുന്നതിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി ഏതാണ്? വില്ല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം വില്ല് ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത് അല്ലേ. I will go to school tomorrow. അപ്പൊ വരും, പോകും, ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലാണ്. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. I will eat burger. I will eat a burger today. ഞാൻ ഇന്നൊരു ബർഗർ കഴിക്കും. കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ. I will have a burger today എന്നും പറയാം, അല്ലെങ്കിൽ I will eat a burger today അല്ലെ. ഇന്ന് കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വില്ല് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ വില്ലിന്റെ ഫസ്റ്റ് യൂസ് മനസ്സിലായോ? ഭാവി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുമ്പോൾ
അവിടെ യൂസ് ചെയ്യേണ്ട ആളാണ് വിൽ എന്ന് പറയുന്നത്. ഇനി വില്ലിന്റെ പാസ്റ്റ് ആണ് ആര്? വുഡ് എന്ന് പറയുന്നത്. വുഡിന്റെ യൂസ് നമ്മൾ പഠിക്കും. സോ വില്ലിന്റെ ഫസ്റ്റ് യൂസ് ഫ്യൂച്ചറിനെ കാണിക്കാൻ വില്ല് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പ്രോമിസ്, ആർക്കെങ്കിലും നമ്മൾ ഒരു പ്രോമിസ് കൊടുക്കത്തില്ലേ, ഒരു പ്രോമിസിനെ കാണിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വില്ലാണ്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ യൂസ് നമ്മൾ കണ്ടു, ഒരു ഫ്യൂച്ചറിനെ കാണിക്കാൻ വില്ല് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ യൂസ് ആണ് ഒരു പ്രോമിസിനെ കാണിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലാണ്. ഒരു പ്രോമിസിനെ കാണിക്കാനായിട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എക്സാം നമ്മൾ ഫെയിലായി, എക്സാമിന് അല്ലെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ തോറ്റെങ്കിൽ നമ്മൾ പാരന്റ്സിനോട് പറയത്തില്ലേ, അമ്മേ അല്ലെങ്കിൽ അച്ഛ അടുത്ത പ്രാവശ്യം ഞാൻ നന്നായിട്ട് ചെയ്തോളാം, പ്രോമിസ് എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? I will do better next time. I promise. അല്ലേ? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആള് വില്ലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിക്കേ. I will do better next time. അല്ലേ? I will do better next time. I promise. അല്ലേ? ഒരാൾക്ക് നമ്മൾ ഇവിടെ പ്രോമിസ് കൊടുക്കുകയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്തു കൊള്ളാം, പ്രോമിസ്. അതുപോലെ ഐ വിൽ മാരി യു, അല്ലെ? ഒരാൾക്ക് വാക്ക് കൊടുക്കുകയാണ്, ഞാൻ നിന്നെ വിവാഹം ചെയ്യാം, ഐ വിൽ മാരി യു, അല്ലെ? ഐ വിൽ മാരി യു, ഐ വിൽ മാരി യു. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ ഒരു പ്രോമിസ് കൊടുക്കുന്നതല്ലേ കാണുന്നത്. ഇപ്പം അടുത്ത പ്രാവശ്യം ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, പ്രോമിസ്, അല്ലെങ്കിൽ ഐ വിൽ മാരി യു എന്നൊക്കെ പറയുന്നത് ഒരു ഐഡിയ ഓഫ് പ്രോമിസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയ ഓഫ് പ്രോമിസ് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി ആരാണ്? വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ കിട്ടിയോ? ആദ്യത്തെ യൂസ് ഫ്യൂച്ചറിനെ കാണിക്കാൻ വില്ല് യൂസ് ചെയ്യുന്നു. ഒരാൾക്കൊരു പ്രോമിസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ഓഫ് പ്രോമിസ് കാണിക്കാനും വില്ലാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ യൂസ് ആണ് ഒരു പ്രഡിക്ഷൻ. അതായത് നമ്മൾ പറയത്തില്ലേ, അടുത്ത ആഴ്ച ഞാൻ മുംബൈയിലായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ കാലിക്കട്ടിലായിരിക്കും എന്നൊക്കെ പറയുന്നത് പ്രഡിക്ഷൻസ് ആണല്ലേ. ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ്, അടുത്ത ദിവസം ഞാൻ ഇന്ന സ്ഥലത്തിലായിരിക്കുമെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഒരു പ്രഡിക്ഷനെ കാണിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വില്ലാണ്. നമുക്ക് അതിന്റെ എക്സാമ്പിളും കൂടി കാണാം. അപ്പൊ നമ്മൾ വില്ലിന്റെ രണ്ടാമത്തെ യൂസും കണ്ടു അല്ലെ. ഒരു പ്രോമിസിനെ കാണിക്കാൻ വില്ല് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. വില്ലിന്റെ മൂന്നാമത്തെ യൂസ് ആണ് പ്രഡിക്ഷൻ. ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ആള് വില്ലാണ് കേട്ടോ. അടുത്ത ആഴ്ച ഞാൻ കാലിക്കട്ടിലായിരിക്കും, അടുത്ത വീക്ക് ഞാൻ മുംബൈയിലായിരിക്കും എന്നൊക്കെ ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പൊ അവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി വില്ലാണ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. I will be in Mumbai. I will be in Mumbai next week. കണ്ടോ, ഞാൻ അടുത്ത ആഴ്ചത്തെ കാര്യം ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാണ് അല്ലേ. അടുത്ത ആഴ്ച ഞാൻ മുംബൈയില് ആയിരിക്കും അല്ലെ. പ്രെഡിക്റ്റ് ചെയ്യല്ലേ. അപ്പൊ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന മോഡൽ ഓക്സിലറി നിങ്ങൾ ശ്രദ്ധിച്ചോ? വില്ലല്ലേ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പം ഐ വിൽ ബി ഇൻ കാലിക്കറ്റ് നെക്സ്റ്റ് വീക്ക് അല്ലെ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി ഇൻ ഡൽഹി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാണല്ലേ. അപ്പൊ ഒരു പ്രഡിക്ഷനെ കാണിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന ആള് വില്ലാണ്. അപ്പൊ ഒരു ഫ്യൂച്ചറിനെ കാണിക്കാൻ, ഒരു പ്രോമിസ് കാണിക്കാൻ, ഒരു പ്രഡിക്ഷൻ കാണിക്കാൻ, അതുപോലെ തന്നെ ഇൻഫോർമൽ റിക്വസ്റ്റിനെ കാണിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലാണ്. ഇൻഫോർമൽ റിക്വസ്റ്റ്, ഇൻഫോർമൽ റിക്വസ്റ്റിനെ കാണിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലാണ് കേട്ടോ. ഇൻഫോർമൽ റിക്വസ്റ്റ്. ഓക്കെ, ഇപ്പൊ പറയാണ്, ഒരാളുടെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ്, വിൽ യു ഗെറ്റ് മി എ ടവൽ അല്ലെ. വിൽ യു ഗെറ്റ് മി എ ടവൽ എന്ന് പറയുമ്പോഴും ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ. വിൽ യു ക്ലോസ് ദ ഡോർ അല്ലെ, ആ ഡോർ ഒന്ന് അടയ്ക്കാമോ എന്നൊക്കെ പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ. അവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി വില്ലാണ്. അപ്പൊ ഇൻഫോർമൽ റിക്വസ്റ്റിന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് കാണാം. സോ വില്ലിന്റെ നാലാമത്തെ യൂസ് ആണ് നമ്മൾ പറഞ്ഞ പോലെ ഒരു റിക്വസ്റ്റ് കാണിക്കാൻ. അതായത് ഇൻഫോർമൽ ആയിട്ടൊക്കെ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അവിടെയും യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി വില്ലാണ്. ഇപ്പൊ പറയാണ്, വിൽ യു ഗെറ്റ് മീ എ ടവൽ അല്ലെ. വിൽ യു ഗെറ്റ് മീ എ ടവൽ എന്ന് പറയുമ്പോൾ
അവിടെ ഒരു റിക്വസ്റ്റിനെയാണ് കാണിക്കുന്നത്. ആ ടവൽ ഒന്ന് എടുത്തു തരാമോ? ഒരു റിക്വസ്റ്റിനെയാണ് കാണിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി ഏതാണ്? വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. വിൽ യു ഗെറ്റ് മീ എ ടവൽ? അത് റിക്വസ്റ്റ് ആണ്. ആ ടവൽ ഒന്ന് എടുക്കാമോ? അതുപോലെ നോക്കിക്കേ, വിൽ യു turn off the TV please? അല്ലേ? Will you turn off the TV please? ആ TV ഒന്ന് ഓഫ് ചെയ്യാമോ? റിക്വസ്റ്റ് ആണല്ലേ. Will you close the door please? ആ ഡോർ ഒന്ന് അടയ്ക്കാമോ? റിക്വസ്റ്റ് ആണല്ലേ. അതുപോലെ Will you get me a glass of water? അല്ലേ? Will you get me a glass of water? ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് എടുത്തു തരാമോ? റിക്വസ്റ്റ് ആണല്ലേ. അപ്പൊ ഇവിടെ എല്ലാം യൂസ് ചെയ്തേക്കുന്ന മോഡൽ ഓക്സിലറി ശ്രദ്ധിച്ചോ? വില്ലിനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ വില്ലിന്റെ എന്തൊക്കെ യൂസാ നമ്മൾ പഠിച്ചത്? ഫ്യൂച്ചറിനെ കാണിക്കാൻ വില്ല് യൂസ് ചെയ്യുന്നു പഠിച്ചു. ഒരു പ്രോമിസ് കാണിക്കാൻ വില്ല് യൂസ് ചെയ്യുന്നു പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രിഡിക്ഷൻ കാണിക്കാൻ വില്ല് യൂസ് ചെയ്യുന്നു പഠിച്ചു. ഒരു ഇൻഫോർമൽ റിക്വസ്റ്റിനെ എല്ലാത്തിനെയും കാണിക്കാനും വില്ല് യൂസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അല്ലേ, ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കാണിക്കാനാണ്. വില്ല് എപ്പോഴും ഒരു ഫ്യൂച്ചറിനെ കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ ഐ വിൽ ഗോ ടു ചർച്ച് ടുമോറോ, ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ, ഹി വിൽ കം ടു വിസിറ്റ് മീ ടുഡേ എന്നൊക്കെ പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഫ്യൂച്ചറിനെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി ആണ് വിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് പ്രോമിസ് കാണിക്കാൻ. ഒരാൾക്ക് ഒരു ഐഡിയ ഓഫ് പ്രോമിസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഐ വിൽ മാരി യു, ഐ വിൽ ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം, ഐ പ്രോമിസ് അല്ലേ. ഇതെല്ലാം ഒരു ഐഡിയ ഓഫ് പ്രോമിസിനെയാണ് കാണിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രോമിസിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെയും യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി എന്ന് പറയുന്നത് വില്ലാണ്. മൂന്നാമത്തെ യൂസ് ആണ് പ്രഡിക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ, നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ മുംബൈയിലായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഞാൻ ഡൽഹിയിലായിരിക്കും. ഐ വിൽ ബി ഇൻ ഡൽഹി നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ ഐ വിൽ ബി ഇൻ മുംബൈ നെക്സ്റ്റ് വീക്ക്, ഐ വിൽ ബി ഇൻ കാലിക്കറ്റ് നെക്സ്റ്റ് മന്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ കാര്യം നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി ഏതാണ്? വില്ല് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ഇൻഫോർമൽ റിക്വസ്റ്റിനെ കാണിക്കാനും വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞു, നമ്മൾ നേരത്തെ കണ്ടു, വിൽ യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാമോ? വിൽ യു ഗെറ്റ് മീ എ ടവൽ, എനിക്കൊരു ടവൽ എടുത്തു തരാമോ? വിൽ യു ക്ലോസ് ദി ഡോർ പ്ലീസ്, ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാമോ? വിൽ യു ടേൺ ഓഫ് ദി TV പ്ലീസ് അല്ലെ. ഇതെല്ലാം ഒരു ഇൻഫോർമൽ റിക്വസ്റ്റിനെ അല്ലേ കാണിക്കുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ട ആളാരാണ്? വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഇനി വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഓഫ് വിൽ. ഓക്കെ, പാസ്റ്റ് ഓഫ് വിൽ, വുഡ്. ഓക്കെ, സോ വുഡിനും ഇതുപോലെ യൂസസ് ഉണ്ട്. വുഡിന്റെ യൂസ് നമ്മൾ അടുത്ത സെഷനിൽ, അതായത് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. വുഡും കൂടെ ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ വീഡിയോ കുറച്ചും കൂടെ ലെങ്തി ആവും. സോ നമുക്ക് വേറൊരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വുഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് വില്ലിന്റെ യൂസും എന്താണ് വില്ലെന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സെഷനായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ രേഷ്മ സൈനിങ് ഓഫ്. താങ്ക് യു.